അതായത് കേരള രാഷ്ട്രീയത്തില് അൻവർ ഇപ്പൊ ഒരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. അൻവറിന്റെ ഭാവി എന്തായിരിക്കും ഈ ഇലക്ഷന് ശേഷം? അൻവറിന് കേരളത്തിൽ വല്ല പ്രശസ്തി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ അൻവർ യാഥാർത്ഥ്യ ബോധം ഇല്ലാത്ത പോലെയാണ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ ശക്തമായ ഒരു സാമ്രാജ്യമാണ്. അവിടുത്തെ രണ്ടാമത്തെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM ആണ്. ഒന്നില്ലെങ്കിൽ ലീഗിനെ പിന്തുണച്ച് മുന്നോട്ട് പോവുക, അതല്ലെങ്കിൽ CPM പിന്തുണച്ച് മുന്നോട്ട് പോവുക. ഇത് രണ്ടുമല്ലാതെ എന്ന് പറഞ്ഞാൽ പിന്നെ തീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ച് നിൽക്കാൻ സാധിക്കുള്ളൂ. മലപ്പുറത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നതും മുസ്ലിം ലീഗാണ്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു അൻവറിനെ അവർ വാഴിക്കില്ല. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനെതിരെ ശക്തമായ കാലകാലങ്ങളിൽ ലീഗിനെ തകർക്കാൻ വേണ്ടി നിലകൊണ്ടുള്ള പ്രസ്ഥാനമാണ് CPM. അപ്പോൾ ആ CPM തലയ്ക്ക് മുകളിലും വളരാനായിട്ട് അൻവറിന് സാധിക്കില്ല. ഈ രണ്ട് വിഷയം അൻവർ മനസ്സിലാക്കിയിട്ട് ഈ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടിട്ട് മാത്രമേ അൻവറിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. പിന്നീട് നിലമ്പൂർ ഇപ്പോൾ ഇലക്ഷനെ സംബന്ധിച്ച് അൻവർ എടുക്കുന്ന നിലപാടുകൾ, അവിടെ മുസ്ലിം ലീഗിൻ്റെ താല്പര്യത്തിനെതിരെ അൻവറിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതല്ലെങ്കിൽ CPM പിന്തുണച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഇതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് അൻവറിന് അവിടെ ഒരു സ്പേസ് ഇല്ല. ആ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത തീവ്രവാദ സംഘടനകളുടെ ഒരു സ്പേസാണ്. അത് താൽക്കാലികമായിട്ട് മാത്രമേ അൻവറിന് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. ഈ യാഥാർത്ഥ്യം അൻവർ അംഗീകരിച്ചുകൊണ്ട് ശക്തനായ എതിരാളിയായി പിണറായിയെ കണ്ട അൻവർ ഒന്നുമില്ലെങ്കിൽ പിണറായിയുമായി സെറ്റിൽമെൻറ്റിന് തയ്യാറാവുക, അതല്ലെങ്കിൽ മുസ്ലിം ലീഗുമായി സെറ്റിൽമെൻറ്റ് ചെയ്ത് അവർ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോവുക. ഇതല്ലാതെ ഒറ്റയാൻ പോലെ നിലമ്പൂരിലെ ഒറ്റയാൻ എന്നുള്ള രീതിയിൽ അൻവറിന് മുന്നോട്ട് പോവുകയാണെങ്കിൽ താൽക്കാലികമായി മാത്രമേ പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. മാധ്യമങ്ങൾ എപ്പോഴും മാധ്യമങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ സാധിക്കുമെന്നല്ലാതെ കാര്യമായ ഒരു ചലനവും മലപ്പുറം രാഷ്ട്രീയത്തിലോ നിലമ്പൂർ രാഷ്ട്രീയത്തിലോ അൻവറിന് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് താൽക്കാലികമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട്. ഓക്കെ.